സ്ത്രീധന പീഡനത്തിൽ ജീവൻ നഷ്ടമായ കൊല്ലത്തെ വിസ്മയുടെ വീട്ടിൽ ഐജി ഹർഷിത അട്ടല്ലൂരി ഇന്നെത്തും. വിസ്മയുടെ ഭർത്താവും പ്രതിയുമായ കിരൺകുമാറിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ എത്തിച്ച് തെളിവെടുക്കാൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്ത്രീധനമെന്ന വിപത്ത് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് വിസ്മയുടെ വീട് സന്ദർശിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം എന്നിവ ചുമത്തി ജാമ്യമില്ലാ വകുപ്പിലാണ് കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര സബ് ജയിലിലേക്കാണ് കിരണിനെ മാറ്റിയത്. മന്ത്രി വീണ ജോർജ് വിസ്മയുടെ വീട് സന്ദർശിച്ചു. കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി മാതാപിതാക്കൾക്ക് ഉറപ്പു നൽകി. അന്വേഷണ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഐജി ഹർഷിത അട്ടല്ലൂരി ഇന്ന് വിസ്മയുടെ വീട് സന്ദർശിക്കും. കിരണിന്റെ മൊബൈൽ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരണിനെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വിസ്മയ മരിക്കുന്നതിന്റെ തലേന്ന് കിരണിന്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗാർഹിക പീഡനത്തിൽ കിരണിന്റെ വീട്ടുകാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് വിശദമായ മൊഴി ശേഖരിക്കും. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വിവരങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഹർഷിത അട്ടല്ലൂരി തന്നെ നേരിട്ട് അവിടെ എത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, നിയമ നടപടികളുടെ തുടർച്ച എന്തൊക്കെയാണ്, മറ്റു വിവരങ്ങൾ എന്താണ്? ഗോപി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥയായ ഐജി ഹർഷിത അട്ടല്ലൂരി വിസ്മയുടെ വീട് സന്ദർശിക്കുമെന്നതാണ്. 11 മണിയോടുകൂടി ഐജി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ മരണം നടന്ന വീട്ടിലേക്ക് കൂടി പോകുന്നുണ്ട്. ശാസ്താംകോട്ടയിലാണ് വീടുള്ളത്. പോരുവഴിയിൽ അത് 12:30 മണിയോടുകൂടി അവിടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ എത്തും. പിന്നീട് 1:30 മണിയോടുകൂടി ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാകും എന്ന തരത്തിലുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും കൃത്യമായ നിയമ നടപടികളുമായാണ് അന്വേഷണ സംഘം പോകുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൊട്ടാരക്കര സബ് ജയിലിലാണ് ഇപ്പോൾ കിരൺ ഉള്ളത്. ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് തൂങ്ങി മരണം എന്നുള്ള നിലയ്ക്കാണ്. അത് എങ്ങനെയാണ്, ആത്മഹത്യയാണോ അല്ലെങ്കിൽ ബലമായി ചെയ്തതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇന്നലെ റൂറൽ എസ് പി നേരിട്ട് വിസ്മയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കുമെന്ന് കൂടി ഇന്നലെ റൂറൽ എസ് പി വ്യക്തമാക്കുകയുണ്ടായി. ഏതായിരുന്നാലും വിസ്മയയ്ക്ക് മർദ്ദനമേറ്റതിൻ്റെ ചിത്രങ്ങളടക്കമാണ് രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ ചിത്രങ്ങളൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. ഏതായിരുന്നാലും ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന നിരോധന നിയമം, ഈ 2 വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഇത് രണ്ടും ചേർത്തിട്ടാണ് കിരണിനെതിരെയുള്ള കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ വരും ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും അന്വേഷണ സംഘം അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഗോപി, വിനോദ്, ഒപ്പം ഈ കിരണിന്റെ വീട്ടുകാരിലേക്കും അന്വേഷണം എത്തുന്നു. അവർക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് വിസ്മയുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ആരോപിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ടോ? അക്കാര്യത്തിലും പോലീസിന് സംശയങ്ങളുണ്ടോ? രഞ്ജിത്ത്, ചവറ സ്വദേശിനിയായ അശ്വതി എന്ന സുഹൃത്താണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് നേരത്തെ തന്നെ വിസ്മയ തന്നോട് ഇത്തരത്തിലുള്ള മർദ്ദനമേൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇരുവരും സഹപാഠികളായിരുന്നു. ഒരു ദീർഘനാൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിസ്മയ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഭർതൃഗൃഹത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയും സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വീട്ടിൽ കിരണിൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് മാതാവിൽ നിന്ന് മാനസികമായ പീഡനം കൂടി ഏൽക്കേണ്ടി വന്നിരുന്നു. പല ഘട്ടങ്ങളിലായി മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ തന്നെയും ഭർത്തൃമാതാവിൽ നിന്നും ഉണ്ടായി എന്ന ഒരു പരാതിയാണ് പ്രധാനമായും ഇന്നലെ സുഹൃത്ത് പുറത്തു പറഞ്ഞത്. അത് പോലീസിന് മൊഴിയായി നൽകിയിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. അതേസമയം വനിതാ കമ്മീഷൻ ഇതിനകം തന്നെ വീട്ടുകാർക്കെതിരെ കേസെടുക്കണമെന്ന നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. അത് കിരണിനെതിരെ മാത്രമായിരുന്നു. ഇന്നലെയാണ് വനിതാ കമ്മീഷൻ വീട്ടുകാർക്കെതിരെ കൂടി കേസെടുക്കണമെന്ന നിർദ്ദേശം പോലീസിന് നൽകിയത്. രഞ്ജിത്ത്.